നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവധിക്ക് നാട്ടിലേക്ക് വന്ന കോഴിക്കോട് സ്വദേശിയായ സൈനികനെ യാത്രക്കിടെ കാണാതായി. പരാതിയുമായി കുടുംബമാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോഴിക്കോട് എരിഞ്ഞക്കൽ കണ്ടംകുളങ്ങര ചെറിയകാരംവള്ളി സുരേഷിന്റെ മകൻ വിഷ്ണുവിനെയാണ് കാണാതായത്. വിവാഹത്തിനു വേണ്ടിയാണ് വിഷ്ണു നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. യാത്ര പുറപ്പെട്ടെന്നും കണ്ണൂരിലെത്തിയെന്നും ബന്ധുക്കളെ അറിയിച്ച ശേഷമാണ് യുവാവിനെ കാണാതായത്. ഡിസംബർ 17 മുതൽ വിഷ്ണുവിനെ കുറിച്ച് വിവരമില്ലെന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വിഷ്ണുവിനെ കാണാനില്ല എന്ന് കാണിച്ച് ബന്ധുക്കൾ എലത്തൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ചൊവ്വാഴ്ചയാണ് അവസാനമായി വീട്ടുകാരുമായി വിഷ്ണു ബന്ധപ്പെട്ടത്. കണ്ണൂരിലെത്തിയെന്നാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത്. പുലർച്ചെ കോഴിക്കോട് എത്തുമെന്നും അറിയിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജനുവരി 11 വിഷ്ണുവിന്റെ വിവാഹമാണ്. അതിനായി അവധിയെടുത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വിഷ്ണു എത്താത്തതിനെ തുടർന്ന് കുടുംബം പരിഭ്രാന്തിലായി. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു നിലവിൽ. തുടർന്ന് വീട്ടുകാർ പോലീസിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം വിഷ്ണുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചത് പൂനെയിലാണ്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വിഷ്ണു ജോലി ചെയ്യുന്നത്. വിഷ്ണുവിനെ കാണാനില്ല എന്ന് വ്യക്തമായതോടുകൂടി പൂനെ സൈനിക ക്യാമ്പ് അധികൃതരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബോക്സിംഗ് താരമാണ് വിഷ്ണു. 9 വർഷം മുൻപാണ് വിഷ്ണു സൈന്യത്തിൽ ചേർന്നത്. ഒറീസ, അസം എന്നീ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഡിസംബർ 17 തിരിച്ച സൈനികനായ വിഷ്ണുവിനെ കാണാനില്ലാത്തത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ്. ഇതുവരെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പൂനെയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന മെസ്സേജ് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം കണ്ണൂരിലെത്തി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എവിടെ എന്ത് സംഭവിച്ചു എന്നറിയില്ല. കേന്ദ്രസേന അടക്കമുള്ളവർ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പൂനെയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു നടക്കണമോ എന്നടക്കമുള്ള ചോദ്യവും ഉയരുകയാണ്.